മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി. 1 വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കും. സുരക്ഷാ പരിശോധന 2026 മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി തള്ളി. സുപ്രീംകോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി 2011 ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിശദ പരിശോധന നടത്തിയത്. അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തോട് സമിതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിഞ്ഞെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ കാണാൻ കഴിയും. കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളോ തന്നെയാണല്ലോ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ പുതിയൊരു ഡാം ഉണ്ടാകുക, ഇക്കാര്യമായിരുന്നു നമ്മൾ നിർദ്ദേശങ്ങളായി. ഒരു വിദഗ്ധ ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം നമ്മൾ നിരന്തരമായി ഉന്നയിച്ചിരുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഉന്നയിച്ച, കേരളം ഉന്നയിച്ച വാദം തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുകയുണ്ടായി. തമിഴ്നാടിനും അത് അംഗീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്.